അഞ്ചാമത്തെ യൂണിറ്റ് ആയ ടേക്കിംഗ് എക്സാമിനേഷൻ റൂട്ട് ടു സക്സസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂണിറ്റിന്റെ പേര് പോലെ തന്നെ while taking examination അല്ലെങ്കിൽ while you are preparing for examination കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ചില പ്രത്യേക രീതി അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായി തന്നെ ക്രിയേറ്റ് ചെയ്യണം. മാത്രമല്ല അത്യാവശ്യം നല്ല ഒരു എക്സാമിനേഷൻ നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പോയിന്റ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിട്ടാ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആ പോയിന്റ്സുകൾ മാത്രമേ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ വളരെ വളരെ ചെറിയൊരു പാഠമാണ്. ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ ആകെ ഇതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് നേരെ ലെസണിലോട്ട് പോയാലോ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ പഠിക്കുന്നത് എന്താണ്, ഒരു എക്സാമിനേഷന് അല്ലെങ്കിൽ ചോദ്യങ്ങൾ അല്ലെ. എക്സാമിനേഷന് പൊതുവെ നമുക്ക് ചോദ്യങ്ങളെയാണല്ലോ നമ്മൾ നേരിടേണ്ടി വരാറ്. സോ ചോദ്യങ്ങൾക്ക് ഏത് തരത്തിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് ശ്രദ്ധിക്കണം. ഉത്തരങ്ങൾ എങ്ങനെയാ പറയേണ്ടത് എന്നല്ല, എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്നാണ് ഈ ഒരു യൂണിറ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ നമുക്കറിയാം എക്സാമിനേഷനിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, മാത്രമല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിനേഷനിൽ നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഈ എല്ലാത്തിനും നമ്മൾ ഏത് രീതിക്കാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു യൂണിറ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് നോക്കാം. നമ്മൾ എക്സാമിനേഷൻ എഴുതാനിരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അഥവാ ടിപ്സ് ഫോർ റൈറ്റിംഗ് ഗുഡ് ആൻസേഴ്സ്, നല്ല ഉത്തരങ്ങൾ എഴുതാനുള്ള ടിപ്പുകളാണ്. അതിൽ ഒന്നാമതായി നിൽക്കുന്നത് എന്താണ്, the answer should be written in a complete sentence അല്ലെ. ഉത്തരങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, എഴുതുന്ന സെന്റൻസ് എപ്പോഴും മുഴുവനാക്കി എഴുതിയിരിക്കണം. മനസ്സിലായല്ലോ. ഇപ്പൊ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണത്. കാരണം നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഒരു കാര്യം എഴുതണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെ തട്ടിക്കൂട്ടി കറക്കി കൂട്ടി അങ്ങോട്ട് പോകണം, ആ സെന്റൻസ് എന്താകുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല, നല്ലൊരു പ്രോപ്പർ എൻഡിങ് കിട്ടുന്നില്ല. ആ സെന്റൻസിന് എൻഡിങ് കിട്ടാത്തടത്തോളം കാലം അതെന്തല്ല, കംപ്ലീറ്റ് അല്ല. മനസ്സിലായല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒഴിവാക്കുക. മാക്സിമം എന്ത് ചെയ്യുക, എപ്പോഴും ആൻസേഴ്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ I am going home. ഓക്കെ, എന്താ ഞാൻ വീട്ടിലോട്ട് പോകുന്നു, അതിന് പകരം I go home എന്ന് എഴുതിയാൽ എങ്ങനെ കംപ്ലീറ്റ് ആവോ സെന്റൻസ്? ഇല്ല അല്ലേ. അല്ലെങ്കിൽ വേറെ ഉദാഹരണം എടുക്കാം. I want to play cricket. എനിക്ക് ക്രിക്കറ്റ് കളിക്കണം എന്ന് എഴുതേണ്ട പകരം I play cricket അല്ലെങ്കിൽ I play ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് എന്താവും, സെന്റൻസ് കംപ്ലീറ്റ് ആവും? ഒരിക്കലും ആവത്തില്ല അല്ലെ. സോ ഇതൊക്കെ വളരെ അതായത് നമ്മുടെ ഒരു എഴുതുന്ന ആൻസറിന്റെ ഒരു ക്വാളിറ്റിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തുള്ള അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ആ ഉത്തരത്തിനുണ്ടാവും. സോ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ആദ്യം ഒഴിവാക്കുക. എപ്പോഴും write the sentence. Okay, write the answers already, like the answer should be written in a complete sentence. അതായത് എപ്പോഴും ഉത്തരങ്ങൾ മുഴുവനാക്കി എഴുതുക എന്നതാണ് നമ്മുടെ ഒരു നല്ല ആൻസർ എഴുതുമ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കുന്ന ടിപ്പ്. രണ്ടാമത് നോക്കാം, കൺസിഡർ ദി ലെങ്ത് ഓഫ് ദി ആൻസർ. ഈ ലെങ്ത്, ഈ ഒരു ആൻസർ എഴുതുമ്പോൾ അതിന് എത്ര പേജ് എഴുതണം, അതിന് എത്ര നീളം വേണം എന്നത് എന്നും സ്റ്റുഡൻസിനെ ബോധർ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. സോ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കൈയക്ഷരമുള്ള ആൾക്കാര് ഒരു നോർമൽ സെന്റൻസ് അഥവാ നോർമൽ സെന്റൻസ് എഴുതുമ്പോൾ പൊതുവെ എന്താകും,
അല്ലെങ്കിൽ ഒന്നര വരിയിലായിരിക്കും അത് ഒതുങ്ങുക. എന്നാൽ ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാർ എന്തായിരിക്കും, അത് ഇതേ സെന്റൻസ് എഴുതുകയാണെങ്കിൽ അവരുടെ ഒരു ലൈനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? സോ ലെങ്ത് ഓൾവേസ് ബോദർ ദി ആൻസേഴ്സ്. ഓക്കെ, സോ സി അപ്പോൾ ലെങ്തിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാലോ, എന്താണ് ഒന്നരപ്പുറത്തിൽ കവി എഴുത്, അല്ലെങ്കിൽ 300 വാക്കിൽ ഒതുക്കണം എന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രത്യേകം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സോ അത്തരത്തിൽ അല്ലെങ്കിൽ അതിനെ അനുസരിച്ച് അതിനോട് തിട്ടപ്പെടുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസറിന്റെ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഴുതി വരാൻ പാടുള്ളൂ കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. നല്ല ആൻസർ എഴുതാനായിട്ടുള്ള രണ്ടാമത്തെ ടിപ്പ് എന്താണ്, കൺസിഡർ ദി ലെങ്ത് ഓഫ് ദി ലാംഗ്വേജ്. ഓക്കെ, ലെങ്തിനെ, ആൻസറിന്റെ നീളത്തിനെ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും ബോദർ ചെയ്യുക. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത് നോക്കാം, റെസ്പോണ്ട് ടു വാട്ട് ഈസ് ആസ്ക്ഡ്. ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് എല്ലാവർക്കും പ്രശ്നം. അതായത് ചോദ്യങ്ങൾ കിട്ടിയാൽ നമുക്കൊരു ചോദ്യം കിട്ടിയാൽ നമ്മൾ വാരി വലിച്ച് അങ്ങോട്ട് എഴുതും. പക്ഷെ എന്തുണ്ടാവില്ല, അവർ ചോദിച്ച സംഗതി അതിൻ്റെ ഉള്ളില് ഉണ്ടാക്കില്ല. മനസ്സിലായല്ലോ? ചോദ്യങ്ങൾ ചോദിച്ചാൽ വാരി വലിച്ച് എഴുതുകയാണ്. മനസ്സിലായല്ലോ? അതിന്റെ ഒരു ആവശ്യമില്ല. എന്താണോ ചോദിച്ചത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ചോദിച്ചത് എന്താണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കണം എപ്പോഴും നമ്മുടെ ഉത്തരം. മനസ്സിലായല്ലോ? മറ്റൊന്നല്ല, എന്ത് ചോദിച്ചാലും അപ്പൊ അതിന്റെ ആൻസർ എഴുതുമ്പോൾ എത്ര വലിയ ആൻസർ, ഇപ്പൊ ലെങ്തിനെ എല്ലാം നമ്മൾ ബോദർ ചെയ്ത് എഴുതുകയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് സെന്റൻസിൽ ഏതൊക്കെ എഴുതുകയാണെങ്കിൽ പോലും അതിൽ അവർ ചോദ്യത്തിന്റെ ഉത്തരമില്ലെങ്കിൽ അത് എന്തല്ല, വാലിഡ് അല്ല, അതിൽ ക്വാളിറ്റി ഇല്ല അല്ലെ? സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഏത്, നമ്മുടെ റെസ്പോണ്ട് ടു വാട്ട് ഈസ് ആസ്ക്ഡ്. എന്താണോ ചോദിച്ചത് അത് കൃത്യമായി തന്നെ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നമ്മുടെ ആൻസറിൽ എപ്പോഴും ഉണ്ടാകണം. മനസ്സിലായല്ലോ? ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലോട്ട് കിടക്കാം. റിലവൻസ് ഓഫ് മെക്കാനിക്സ്. ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താ റിലവൻസ് ഓഫ് മെക്കാനിക്സ്? എന്താണ് ഈ മെക്കാനിക്സ് അല്ലെ? മെക്കാനിക്സിന് എന്താ അവിടെ ഇംഗ്ലീഷിൽ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെക്കാനിക്സ് എന്ന് പറയുന്നത് അതായത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ക്യാപിറ്റലൈസേഷൻ. നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ എപ്പോഴും എന്ത് വേണം ഉപയോഗിക്കാൻ, ക്യാപിറ്റൽ ലെറ്ററിൽ വേണം അല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ. അതെ. പിന്നെ ഫുൾ സ്റ്റോപ്പ്, ആവശ്യമില്ലാത്ത അവിടെ ഒന്നും ഇടരുത്, ആവശ്യമുള്ളവിടെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നവിടെ ഫുൾ സ്റ്റോപ്പ്. പങ്ക്ച്വേഷൻ മാർക്സുകൾ മാത്രമല്ല, അതിനെ തുടർന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള മാത്രമല്ല ഒബ്രിവിയേഷൻ, അതേപോലെ തന്നെ സ്പെല്ലിങ്ങുകൾ, ഇത്തരത്തിലുള്ള എഴുത്തിൽ വരുന്ന കമ്പോണൻസ്, ഈ കമ്പോണൻസുകളൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മെക്കാനിക്സുകളിലൊക്കെ എന്ത് ചെയ്യണം, വളരെ നന്നായി ശ്രദ്ധിച്ച് വേണം ആൻസർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലോ, അല്ലെങ്കിൽ ഒരു പങ്ക്ച്വേഷൻ മാർക്ക് മാറിപ്പോയാലോ, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ നേരാക്കാതെ, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഒന്നും ചെയ്യാതെ ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ആൻസറിന് എന്ത് സംഭവിക്കും, ക്വാളിറ്റി കുറയും അല്ലേ? അപ്പൊ അത് നല്ലൊരു ആൻസർ ആകുമോ? ഇല്ല, ഒരിക്കലും ആകത്തില്ല. ഓക്കെ, സോ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മെക്കാനിക്സ് ഏതൊക്കെയാന്ന് പറഞ്ഞ സ്പെല്ലിംഗ്, ക്യാപിറ്റലൈസേഷൻ, ഇപ്പൊ ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ അത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായില്ല, പങ്ക്ച്വേഷൻ മാർക്ക് എല്ലാം തന്നെ ഇത്തരത്തിൽ എഴുത്തിനെ ബാധിക്കുന്ന എല്ലാതും എന്തുതന്നെയാണ്, മെക്കാനിക്സിൽ തന്നെ ഉൾപ്പെടുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? പിന്നെ ഈ മെക്കാനിക്സ് എന്ന് പറയുന്നത് എപ്പോഴും always they are related to proper grammar. മനസ്സിലായല്ലോ? യഥാർത്ഥത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രാമറിനെ റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഈ മെക്കാനിക്സ്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈവൻ ഗ്രാമർ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മനസ്സിലായോ? നല്ലൊരു ആൻസർ എഴുതുമ്പോൾ ഈ മെക്കാനിക്സ് എപ്പോഴും എന്താണ്, they are always connected to ഗ്രാമർ അല്ലേ? സോ ഇതെല്ലാം ഗ്രാമറും മെക്കാനിക്സും എല്ലാം തന്നെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇതാണ് നല്ല ആൻസർ എഴുതുമ്പോഴുള്ള നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ നമുക്ക് നോക്കാം, സസ്റ്റെയിൻ ഇറ്റ് ആൻസർ വിത്ത് ഡീറ്റെയിൽ. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ വിഷയത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം എഴുതാൻ. അതായത് ഒന്നുമില്ല, നിങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ വിശദമായി ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് എക്സാമ്പിൾസ് അല്ലെ, എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ. ഇത്തരത്തിൽ എഴുതുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങളുടെ ആൻസേഴ്സിനെ എന്ത് ചെയ്യും, ആൻസേഴ്സിന്റെ ക്വാളിറ്റിനെ ഇംപ്രൂവ് ചെയ്യും. മനസ്സിലായല്ലോ? ഇത്രയും ടിപ്സുകളാണ് എന്തുള്ളത് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കുന്നത്. ഈ ടിപ്സുകളൊക്കെയാണ് എന്ത്, ഫോർ ഗുഡ് ആൻസേഴ്സ്, നല്ല ഉത്തരങ്ങൾ എഴുതാനുള്ള ടിപ്സുകളാണ് ഇതൊക്കെ. മനസ്സിലായല്ലോ?
സിമ്പിൾ അല്ലേ ഈ ഒരു ലെസൺ? അല്ല, ആകെ ഇത് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കുന്നുള്ളൂ. എളുപ്പല്ലേ? നമുക്ക് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തെയാണ് എന്ത്? ദി ആൻസർ ഷുഡ് ബി റിട്ടൺ ഇൻ എ കംപ്ലീറ്റ് സെന്റൻസ്. എപ്പോഴും ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കണം? കംപ്ലീറ്റ് സെന്റൻസ് അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. രണ്ടാമത് നോക്കാം, കൺസിഡർ ദി ലെങ്ത് ഓഫ് ദി ആൻസർ. ഉത്തരങ്ങളുടെ ലെങ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും അതിനെ കുറിച്ച് ബോധേർഡ് ആയിരിക്കണം. പിന്നെ അടുത്ത റെസ്പോണ്ട് ടു വാട്ട് ഇസ് ആസ്ക്ഡ്. നിങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടി എഴുതിയില്ല, പക്ഷെ ആ വലിച്ചു നീട്ടിയതിൽ എന്താണോ ചോദിച്ചത് അതുണ്ടോ എന്ന് വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ. മനസ്സിലായോ? സോ എന്താണോ ചോദിച്ചത് അത് നിങ്ങളുടെ ഉത്തരങ്ങളിൽ എന്തായിരിക്കണം? വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കണം. പിന്നെ വരുന്ന റിലവൻസ് ഓഫ് മെക്കാനിക്സ് അല്ലെ? ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്സ് എന്താ? ക്യാപിറ്റലൈസേഷൻ, എന്താ പങ്ക്ച്വേഷൻ മാർക്സ്, ഗ്രാമർ, എല്ലാം തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെ, ഫുൾ സ്റ്റോപ്പ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഈവൻ ഗ്രാമർ അടക്കം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ മാത്രമേ എന്താവൂ നിങ്ങളുടെ ആൻസേഴ്സിന്റെ ക്വാളിറ്റി കൂടി. അവസാനമായിട്ട് എന്താ? സസ്റ്റെയിൻ ആൻസർ വിത്ത് ഡീറ്റെയിൽസ്. ആൻസേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? ഡീറ്റെയിൽഡ് ആയിരിക്കണം. ഈവൻ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വളരെ ഭംഗിയായി വിശദീകരിച്ച് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? നിങ്ങളുടെ ആൻസേഴ്സ് എന്താകത്തുള്ളൂ? ആൻസേഴ്സിന്റെ ക്വാളിറ്റി കൂടുകയുള്ളൂ. ഇത്തരത്തിൽ വേണം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാൻ? ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു എക്സാമിനേഷന് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ. സോ സിമ്പിൾ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയാൽ കുറെ കൂടി നിങ്ങൾക്ക് എന്താകും? മനസ്സിലാവും. ഓക്കെ, സോ ഇത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.